നിത്യ നിത്യ യുഗങ്ങൾ വാഴും സ്വർഗ സിയോനിൽ ക്രിസ്തേശുവിനാൽ കഷ്ടം സഹിച്ചോർ. നിത്യ നിത്യ യുഗങ്ങൾ വാഴും സ്വർഗ സിയോനിൽ കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറാ ഈ പാത്രം വിട്ട് തേജസ്സേറുമ്പോഴേ കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാത്രം വിട്ട് തേജസ്സേറുമ്പോഴേ പ്രത്യാശയന്നിൽ വർദ്ധിച്ചിടുന്നേ അങ്ങു ചെന്നു കാണുവാനൻ പ്രിയൻ പൊന്മുഖ. പ്രത്യാശയന്നിൽ വർദ്ധിച്ചിടുന്നേ അങ്ങു ചെന്നു കാണുവാനൻ പ്രിയൻ പൊന്മുഖ. കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാത്രം വിട്ട് തേജസ്സേറുമ്പോഴേ കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാത്രം വിട്ട് തേജസ്സേറുമ്പോഴേ. ഹല്ലേലൂയ. അതുവരെയും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം കേട്ടുകൊണ്ടായിരുന്നല്ലോ. തുടർന്നുള്ള നിമിഷവും നമുക്ക് കർത്താവിന്റെ വചനത്തിൽ നിന്ന് ശ്രദ്ധിക്കാം. തുടർന്നുള്ള നിമിഷവും കർത്താവിന്റെ വചനത്തെ സംസാരിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസയുടെ സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ ബേബി ജോർജ് അവരുടെ ആസ്ഥാനത്തേക്ക് ക്ഷണിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏവർക്കും അതേപോലെ തന്നെ ഈ ദേശത്തിനും ഏകവേദനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹോത്തരത്തെ അറിയിക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെയൊരു പ്രവർത്തനം ആഗ്രഹിക്കുകയും അതുപ്രകാരം നമ്മളിവിടെ കൂടി വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുകയും ചെയ്യുന്നുവല്ലോ. കഴിഞ്ഞ ഏകദേശം 31 വർഷമായിട്ട് കർത്താവിൻ്റെ ദാസനുമായിട്ടുള്ള പരിചയം ഇവിടെ കടന്നു വരുന്ന കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കാൻ കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഈ വിശ്വാസത്തിൽ വരുന്ന പ്രാരംഭകാലത്ത് ആത്മീയമായിട്ട് ഞങ്ങളെ സഹായിക്കുവാനും നിലനിർത്തുവാനും പ്രബോധിപ്പിക്കുവാനും ശുശ്രൂഷിക്കാനും എല്ലാം കർത്താവിൻ്റെ ദാസൻ കടന്നു വന്നു. ഞങ്ങളതിൽ പങ്കുകൊണ്ട് ആ ശുശ്രൂഷയും ഇടയിൽ കൂടിയുള്ള ബന്ധം ഇന്നും കർത്താവ് നിലനിർത്തുന്ന ദൈവത്തിൻ്റെ കരുണയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് കർത്താവിൻ്റെ ദാസനിൽ കൂടി വിലയേറിയ ആലോചന നമ്മൾ കേൾക്കാനും ഗ്രഹിപ്പാനും ഇടയായി തീർന്നു. എന്നാൽ അതിൻ്റെ ഒരു ചുരുക്കം, ഒരു കൺക്ലൂഷൻ എന്നുള്ള നിലയ്ക്ക് ചില കാര്യങ്ങൾ സൂചിപ്പിച്ച് ഞാനും എനിക്ക് തന്നിട്ടുള്ള സമയത്തിൽ നിന്ന് ഇരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ പ്രാരംഭമായി കേട്ടത് ക്രിസ്തു ആരാണ് ക്രിസ്തു? ഈ ഒരു ചോദ്യമാണ് ഏറ്റവും ആദ്യമേ നമുക്ക് മുഴങ്ങി കേൾക്കുവാൻ ഇടയായി തീർന്നത്. ലോകത്തിൽ ഇത്രയും സംശയമുള്ള ഒരു കാര്യം വേറെ ഒരു വിഷയത്തിലും ഉണ്ടെന്ന് തോന്നുന്നില്ല. ക്രിസ്തുയേശു എന്ന ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ ആ വാക്കിന് ഏതെല്ലാം തരത്തിൽ എത്ര തരം അഭിപ്രായമുണ്ടെന്ന് ആർക്കും കണക്ക് കൂട്ടാൻ സാധിക്കില്ല. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഏകദേശം ഭൂമിയിൽ 3000-ൽ പരം ഉപദേശങ്ങളും അതിനോട് ചേർന്ന സഭകളും ഉണ്ടെന്നാണ്. എന്നാൽ
ഇതിലേത് സഭയാണ് യഥാർത്ഥത്തിലുള്ള സഭ? ഏത് ഉപദേശമാണ് യഥാർത്ഥത്തിലുള്ള ഉപദേശം? ആര് പറയുന്നത് വിശ്വസിക്കാം? അന്വേഷിക്കുന്നവരാണ് അതിൽ വിഷമിച്ചു പോകുന്നത്. അന്വേഷിക്കാത്തവർ കിട്ടുന്ന കൂട്ടത്തിലങ്ങ് പോകും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന അവരോട് ചോദിക്കാൻ പറയും. അപ്പോൾ നിങ്ങളോ? ഞങ്ങൾ അവരുടെ കൂടെ അങ്ങ് പോകുന്നത്. ഞങ്ങളെല്ലാവരും വിശ്വാസമൊക്കെ ഒന്നാണ്. എന്നാൽ അതിൻ്റെ ആധികാരികമായിട്ട് പറയാനായിട്ട് അവരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഇനി അവരെ സമീപിച്ചാൽ അത് വലിയ ചരിത്രം തന്നെയാണ്. എന്തും ആകട്ടെ, കർത്താവ് പറയുന്നത് പ്രകാരമാണ്. കാള തൻ്റെ ഉടയവനെ അറിയുന്നു. ഒരു കാളയെ എവിടെ പോയിരുന്നാലും, ഞങ്ങളുടെ അടുത്ത് ഒരു മനുഷ്യർ ഒരു കാളയെ വിറ്റു. ഒരു മിനിറ്റ്, എത്ര സമയം? അല്ല, സമയം എത്ര? അപ്പോൾ 9. ആ കാളയെ വിറ്റതിന് ശേഷം കാള വേറൊരു വഴിക്ക് പോയി അത് വണ്ടിക്ക് കെട്ടാനുള്ള ഒരു ജീവിയാക്കി തീർത്തു. നാളുകൾക്ക് ശേഷം ഒരു തിരക്കിൻ്റെ ഇടയിൽ വെച്ച്, ഒരു പട്ടണത്തിൽ വെച്ച് ഈ ആൾ നടന്നു പോകുമ്പോൾ, പഴയ ഉടമസ്ഥൻ നടന്നു പോകുമ്പോൾ ഈ കാളക്ക് തല പൊക്കി ഒരൊറ്റ നോട്ടമാണ്. വേറെ പുല്ല് തിന്നുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ കെട്ടിയിട്ടിരിക്കുക. കുറേ കഴിഞ്ഞപ്പോൾ പഴയ ഉടമസ്ഥൻ വന്ന് കണ്ടപ്പോൾ സങ്കടം തോന്നി. ഒരു പഴം മേടിച്ചു കൊണ്ടുപോയി ആ കാളയ്ക്ക് കൊടുത്തു. തൊട്ട് തലോടിയതിന് ശേഷം പോയി. അതിനും പറയുന്നത് കാള തൻ്റെ ഉടയവനെ. രണ്ടാമത്, കഴുത തൻ്റെ യജമാനിൻ്റെ പുൽത്തൊട്ടി അറിയുന്നു. അതിന് യജമാനൊന്നും അത്ര പരിചയമില്ല. പിന്നെ അതിൻ്റെ വയറാണ്. അപ്പോൾ അതിന് നോക്കിക്കഴിഞ്ഞാൽ ആരെ അറിയാം? യജമാൻ്റെ പുൽത്തൊട്ടി. അത് നല്ല നിശ്ചയമാണ്. കഴുതയ്ക്ക് അതാ നിശ്ചയം. പക്ഷേ എൻ്റെ ജനത്തിനോ ഇത് രണ്ടും അറിയണം. എൻ്റെ ജനമോ അറിയുന്നില്ല. ആരാണ് ക്രിസ്തു? അറിയാൻ പാടില്ല. ദിവസം സ്പഷ്ടമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. അതൊന്ന് പറഞ്ഞത് കേൾക്കാനാണ്. വായിക്കണം സഹോദര, തുടർച്ചയായിട്ട് വായിക്കണം. പിന്നെ ഒരു പ്രസംഗം അപ്പോഴും പറയില്ല, ആളെന്ന് പറയും, അറിയാൻ മേലെ. ഇതാണ് എൻ്റെ വിഷയം. എന്നാൽ കർത്താവിൻ്റെ വചനം പറയുന്നത്, അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു? അങ്ങനെ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞ് വിശ്വസിക്കുന്ന ഒരു കൂട്ടമുണ്ട്. ഒരു കൂട്ടം ഈ ലോകത്തിൽ ദൈവം ആരെന്ന് അറിഞ്ഞ് വിശ്വസിക്കുന്ന ഒരു കൂട്ടം. അവരെ സംബന്ധിച്ച് അവർക്ക് ഇടർച്ചയില്ല, സംശയമില്ല. ആരെങ്കിലും ഒരു ഉറച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പിന്നെ അവിടെ എപ്പോഴും പറയാം, അങ്ങനെയൊന്നുമില്ല, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ അറിയുന്നു. ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് വന്നതുകൊണ്ട് ഇത്തിരി വാക്കുകൾക്ക് ഇത്തിരി തുടർച്ച ശബ്ദം കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും എല്ലാവരും സഹകരിക്കാം. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കണ്ടെത്തേണ്ടത് എന്താ? ഒരാൾ വന്നു, യേശു ദൈവമെന്ന് സ്ഥാപിച്ചു. ശരി, അതുകൊണ്ട് കാര്യം തീർന്നോ? അപ്പോൾ വേദപുസ്തകത്തിലേക്ക് ഒന്ന് നോക്കിയപ്പോൾ യേശുവിനെ ആരായിട്ടാണ് ഞാൻ വിശ്വസിക്കേണ്ടത്? പുസ്തകം നോക്കിയപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ട്, തോമസ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവമായുള്ളവരെ. ദൈവമാണ്, സംശയം വിഷമം തെറ്റില്ല, ദൈവമാണ്. അപ്പം അതിന് തെറ്റില്ല. യേശുക്രിസ്തു എൻ്റെ ദൈവം എന്ന് പറയുന്നത് തെറ്റില്ല. കാരണം ആരെങ്കിലും ചൂടായി വന്നു കഴിഞ്ഞാൽ പൗലോസ് ആര് പറഞ്ഞിട്ടുണ്ട്? തോമസ് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ നിങ്ങൾ എന്നോട് കേൾക്കണ്ട എന്ന് പറഞ്ഞു നിൽക്കാം. രണ്ടാമത്, ബറിയോനാ ശീമോനെ, മാംസരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. നിനക്കിത് വെളിപ്പെടുത്തുന്നത് എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ്. നീ ഭാഗ്യവാനാണ്. അതെന്തുകൊണ്ടാ? നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. മറ്റുള്ള ലോകത്തിൽ പലരും പറയുന്നുണ്ട്, ഏലിയാവെന്ന് പറയുന്നുണ്ട്,
മോശ എന്ന് പറയുന്നുണ്ട്, പ്രവാചകൻ എന്ന് പറയുന്നത്. നിങ്ങൾ തന്നെയായിരുന്നു പറയുന്നത്, മറ്റുള്ളവർ പറയണതല്ല കേട്ടോ, നിങ്ങൾ തന്നെ അവർ പറയും. പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പോൾ തോമസ് പറഞ്ഞതല്ലോ ഈ പറഞ്ഞു. തോമസ് പറഞ്ഞ തന്നെ കർത്താവ് ദൈവമായുള്ള വേദം. ഇതിവിടെ പറഞ്ഞ എന്താ? ക്രിസ്തു എന്ന ദൈവപുത്രനാണെന്ന് അവൻ. കർത്താവ് തെറ്റു പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞു, നീ ഭാഗ്യവാനാ, നീ ഭാഗ്യവാനാ, കാരണം പിതാവാണ് ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത്. തീർന്നിട്ടില്ല. വീണ്ടും നമ്മൾ പഠിക്കുകയാണ്. മറിയ വിളിക്കുകയാണ്, ഗുരു. അപ്പൊ ഇത് പിതാവുമല്ല, ദൈവമല്ല, ദൈവമൊന്നുമല്ല, പുത്രനൊന്നുമല്ല, പിന്നെയോ ഗുരു. ഗുരുവാണ്. ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകൻ, അധ്യാപകനാണ്. അത് ശരി. ഇനി അടുത്തതെന്ന് യേശു പറഞ്ഞു, എൻ്റെ കൽപ്പന നിങ്ങൾ പ്രമാണിച്ചാൽ എന്താ? നിങ്ങളെൻ്റെ സ്നേഹിതന്മാർ, ശിഷ്യന്മാർ, സ്നേഹിതന്മാരായി. എല്ലാം അതിനോട് കഴിഞ്ഞപ്പോഴേക്കും സമയം നിൽക്കില്ല. എൻ്റെ സ്നേഹിതന്മാരായി. അപ്പോൾ വീണ്ടും സംശയം വന്നു. അടുത്ത ഘട്ടത്തിൽ എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അവൻ അവരെ തൻ്റെ സഹോദരന്മാരെന്ന് വിളിക്കാൻ ലജ്ജിക്കാതെ. അപ്പോൾ യേശു നമ്മുടെ ആരാ? സഹോദരനാണ്. എവിടെ മുതൽ തുടങ്ങിയതാ? നമ്മുടെ ദൈവമാണ്, ദൈവപുത്രനാണ്, നമ്മുടെ സ്നേഹിതനാണ്, സഹോദരനാണ്, ഗുരുവാണ്. ഇതാരാ യഥാർത്ഥത്തിൽ? കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഓരോന്നും നോക്കണം. വിശ്വാസത്തിലേക്ക് കർത്താവ് കൊണ്ടുവന്നപ്പോൾ കർത്താവിൻ്റെ വചനം പറയുന്നത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവ മക്കളാകാൻ അധികാരം കൊടുത്തു. കർത്താവിനെ കൈക്കൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചപ്പോൾ ഞാൻ ആരായി തീർന്നു? യേശു അപ്പം ആരായി? എൻ്റെ പിതാവായി, ദൈവമായി. യേശു എൻ്റെ ദൈവമായി. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചപ്പോൾ. രണ്ടാമത്തത്, കർത്താവ് സ്വർഗസ്ഥനായ ദൈവം വെളിപ്പെടുത്തി തന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പൊ അവൻ ആരായി തീർന്നു? പുത്രനായി. മൂന്നാമത്തത്, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരാൽ? ദൈവത്താൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. അതുകൊണ്ട് ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവൻ നിങ്ങളുടെ ഗുരുവാണ്. അപ്പൊ അഭിഷേകം പ്രാപിച്ചവന് കർത്താവ് ആരാ? ഗുരുവാണ്. അഭിഷേകം പ്രാപിച്ചവൻ ഗുരുവാണ്. ഇനി അടുത്തത് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്, ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും. അതുകൊണ്ട് അവൻ അവരെ സഹോദരന്മാരെന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. അപ്പോൾ എപ്പോഴാണ് യേശുവിൻ്റെ സഹോദരനായി? ഈ നാമം വെളിപ്പെട്ടപ്പോൾ. കർത്താവിന്റെ സ്തോത്രം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തെ വിശ്വസിച്ചപ്പോൾ ഞാൻ എൻ്റെ പിതാവായി തീർന്നു, ദൈവം യേശു. ഞാൻ അഭിഷേകം പ്രാപിച്ചപ്പോൾ എൻ്റെ ഗുരുവായി തീർന്നു. ഞാൻ അവൻ്റെ കൽപ്പന അനുസരിച്ചപ്പോൾ അവൻ എൻ്റെ സ്നേഹിതനായി തീർന്നു. അവൻ്റെ നാമം എനിക്ക് വെളിപ്പെട്ടപ്പോൾ അവൻ എൻ്റെ സഹോദരനായി തീർന്നു. കർത്താവിന്റെ സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം പറയുന്നത്, ഇവൻ ആരെന്ന് കണ്ടെത്തണം. ഇവൻ ആരെന്ന്. ഒരു കൂട്ടായ്മ ചെന്നതിന് ശേഷം വന്നയാൾ ചോദിച്ചു, ഏതാ ഈ സഭ? ഒരു പേര് പറഞ്ഞു. എന്താ ഇവരുടെ ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉപദേശം അവർക്ക് നിശ്ചയമില്ല. യേശുവിനെ ആരായിട്ട് അവിടെ ആരാധിക്കണേ? യേശുവിനെ ദൈവമായിട്ട്. ശരി. മറ്റൊരു എഴുത്തി ചെന്നു, അവിടെ പറയുന്നത് യേശു ദൈവപുത്രനായിട്ട്. മറ്റൊന്ന് ചോദിച്ചപ്പോൾ യേശു ഒരു ഗുരുവായിട്ട്. ഇങ്ങനെ വിവിധ തരത്തിലെല്ലാം വേദപുസ്തകത്തിൽ അവരെല്ലാം വചനത്തെ ആധാരമാക്കിയിട്ടാണ്. നിങ്ങൾക്ക് തർക്കമുണ്ടോ?
ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ രേഖയായിട്ട് വരുവാണ്. വേദപുസ്തകത്തിൽ ഒരു രേഖയായിട്ട് വരുവാണ്. കാരണം ഞങ്ങൾ വിശ്വസിക്കുന്നതിന് ആധാരമായ വാക്യം ഞങ്ങളിലുണ്ട്. എന്നാൽ ഒരു യേശുനാമക്കാരൻ്റെ വിശ്വാസം എന്തായിരിക്കണമെന്നറിയാമോ? യേശു ഞങ്ങളുടെ പിതാവായ ദൈവമാണ്, ദൈവപുത്രനാണ്, എൻ്റെ സ്നേഹിതനാണ്, എൻ്റെ സഹോദരനാണ്, എൻ്റെ ഗുരുവാണ്. യേശുനാമക്കാരന് മാത്രം ഏക സത്യ ദൈവത്തിനുള്ള സത്യ ദൈവ ഉപദേശത്തിൽ വിശ്വസിക്കുന്നവന് മാത്രം ഈ ലോകത്തിൽ പറയാൻ കഴിയുള്ള കാര്യമാണ്, അവൻ എനിക്ക് ദൈവമാണ്, അവൻ എനിക്ക് ദൈവപുത്രനാണ്, അവൻ എനിക്ക് സഹോദരനാണ്, അവൻ എനിക്ക് ഗുരുവാണ്. കർത്താവ് സ്തോത്രം. അവൻ എനിക്ക് സ്നേഹിതനാണ്. ഇത് ഓരോന്നിനും പ്രാപിച്ചെടുക്കണം. കർത്താവ് ഇവിടെ വരുമ്പോഴേക്കും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിൽക്കണമെന്നാണ്. ക്രിസ്തുവിൽ തികഞ്ഞവനായി നിൽക്കണമെങ്കിൽ എന്ത് വേണം? നിനക്ക് ആരാ ക്രിസ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ കഴിയണം. എങ്ങനെ നീ എവിടെന്നാ പഠിച്ചേ? വചനം പറയുന്നത് നീ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും നീ എവിടെന്നാ പഠിച്ചേ? യഥാർത്ഥത്തിൽ നീ വചനം എവിടെന്നാ പഠിച്ചേ? 1 യോഹന്നാൻ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് ആരും നിങ്ങളെ ഉപദേശിക്കാൻ ആവശ്യമില്ല. ആരെങ്കിലും ഉപദേശിച്ചാൽ വേറെ ആരും ഉപദേശിക്കേണ്ടെന്നല്ല, ഉപദേശമൊക്കെ കേൾക്കണം. പക്ഷെ അതിനേക്കാൾ അപ്പുറമായ ഒരു ഗുരു എവിടെയുണ്ട്? നിങ്ങളിലുണ്ട്. എങ്ങനെയുണ്ട്? അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളെ മുഴുവനും പഠിപ്പിക്കും. ഒരു ഗുരുവായിട്ട് നിന്നിലുണ്ടെന്ന്, ഒരു ഗുരുവായിട്ട് നിന്നിലുണ്ട്. കരം പിടിച്ചതിന് ശേഷം ലോകത്തിലുള്ള ഏറ്റവും വലിയ ബന്ധം എന്താ? നമ്മൾ വായിക്കുമ്പോൾ 49 സങ്കീർത്തനം വായിക്കും. സഹോദരൻ ചൗക്കുഴി കാണാതെ എന്നേക്കും ജീവിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പുകളെടുക്കാനോ ആർക്കും കഴിയുകയില്ല. അവൻ്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അതൊരു നാളും സാധിക്കില്ല. ബന്ധങ്ങളിൽ ഏറ്റവും വലിയ ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ യേശുനാമക്കാരിൽ തന്നെ പറയും, അമ്മയും കുഞ്ഞുമായിട്ടുള്ള ബന്ധം, ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ബന്ധം. കാരണം അങ്ങനെയൊക്കെ വചനമുണ്ടല്ലോ. പിന്നെ പല പല ബന്ധങ്ങൾ ലോകത്തുണ്ട്. എന്നാൽ ബന്ധങ്ങളിൽ ഏറ്റവും വലിയ ബന്ധമാണ് സഹോദര ബന്ധം. ഏറ്റവും വലിയ ബന്ധമാണ് സഹോദര ബന്ധം. ആ കർത്താവ് പറഞ്ഞല്ലോ, അപ്പൻ്റെ പ്രാണനും മകൻ്റെ പ്രാണനും, ഏസ്കൽ 18-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, അപ്പൻ്റെ പ്രാണനും മകൻ്റെ പ്രാണനും എനിക്ക് എൻ്റെ മുമ്പിൽ ഒരുപോലെ ഇരിക്കുന്നു. ഒരുപോലെ. ഇസഹാക്ക് അപ്പനാ, മകൻ ഏശാവും യാക്കോബും പന്തിക്കിരിക്കുമ്പോൾ, സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കുമ്പോൾ ക്രമമനുസരിച്ച് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, തുടർന്ന് യഹൂദ തുടങ്ങിയുള്ള പന്തിക്കിരിക്കുന്ന പിതാക്കന്മാർ വരുമ്പോൾ ഇസഹാക്ക്, നീ സ്നേഹിച്ച ഏശാവന്തി, നിനക്ക് ഏറ്റവും വലിയ കാര്യം ഇവനേക്കാൾ അവനെ ആയിരുന്നല്ലോ. ഞാൻ അപ്പനും അവൻ മകനുമായിട്ടുള്ള ബന്ധമാണ്. പക്ഷെ ഞാൻ അപ്പനും ഇവൻ മകനും തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി ഒരു ബന്ധമുണ്ട്. അതാണ് സഹോദര ബന്ധം. ഒരു ഭവനത്തിൽ അപ്പനും മകനും തന്നെ ആയിരിക്കും. പക്ഷേ ക്രിസ്തുവിലായാൽ, പുതിയ സൃഷ്ടിയായാൽ, അവർ തമ്മിലുള്ള ബന്ധത്തിന് അപ്പുറം ഒരു ബന്ധം ദൈവം അവർക്ക് കൊടുക്കുക. പറഞ്ഞത് ഏറ്റവും വലിയ ബന്ധം ഏതാ? സഹോദര ബന്ധം. ഏറ്റവും വലിയ ബന്ധമാണ് സഹോദര ബന്ധം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, എന്താ? അവൻ അവരെ സഹോദരന്മാരെന്ന് വിളിക്കാൻ 2:11 ഒന്ന് വായിച്ചേ. അത് എടുത്ത് വായിക്കും. വചനം അറിയാൻ പാടില്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. എബ്രായർ 2:11 വേഗം വായിക്കുമ്പോ, വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാരെന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. അപ്പോ കല്ലറയില് യേശുവിനെ ശരീരം കൊണ്ട് വെച്ചതിന് ശേഷം 3-ാം ദിവസം എല്ലാവരും കൂടെ പോയി നോക്കി. ഇരുട്ടുള്ളപ്പോൾ തന്നെ മറിയയും കൂടെ പോയി നോക്കി. അവിടെ ചെന്നപ്പോൾ കാണാനില്ല. തൈലം പൂശാനൊക്കെ ചെന്നതാ. അവിടെ നിന്ന് നോക്കി കാണാതായപ്പോഴേക്കും ശിഷ്യന്മാരെല്ലാം തൻ്റെ മക്കളുടെ വഴിക്ക് പോയി.
മറിയ അവൾ പോകാൻ മനസ്സില്ല. മറിയയും കർത്താവുമായിട്ടുള്ള ബന്ധമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവളൊന്ന് കുനിഞ്ഞു നോക്കിയപ്പോൾ യേശു കിടന്ന സ്ഥലത്ത് 2 ദൂതന്മാർ അപ്പുറത്ത് കൊണ്ടിരിക്കും. അവർ ചോദിച്ച്, സ്ത്രീയെ നീ കരയുന്നതിനാ? അപ്പൊ പുറകിൽ ആരോ നിൽക്കുന്നത് മറിയയ്ക്ക് തോന്നി. മറിയ തിരിഞ്ഞു നോക്കി. നേരം വെളുത്തിട്ടില്ല. തിരിഞ്ഞു നോക്കിയപ്പോ ഒരാൾ നിൽക്കുന്നു. ആളെ ശരിക്കും കാണാൻ പാടില്ല. ആളെ തിരിയുന്നില്ല. ഉടയവൻ യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വന്ന് നിൽക്കുന്നതാ. ഇത് മറിയ അറിയുന്നില്ല. നോക്കിയപ്പോ ഇവള് പറഞ്ഞു, യജമാനെ, തോട്ടക്കാരനാന്ന് വിചാരിച്ച്, യജമാനെ, നീ അവനെ ഈ കല്ലറയിൽ നിന്ന് എടുത്തോണ്ട് പോയിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞാൽ മതി, ഞാൻ എടുത്തോണ്ട് പോകണം. അവളുടെ കണ്ണുനീര് കണ്ട്, മറിയ നീ കരയുന്നതിനാ? ഒരു മനുഷ്യന്റെ ആത്മാർത്ഥത അറിയണമെങ്കിൽ അവൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗമല്ല. അവൻ ആരാന്നറിയണമെങ്കിൽ അവളുടെ പ്രത്യാശയായിരിക്കുന്ന യേശു ഇല്ല, മരിച്ചു. അവളുടെ മുമ്പിൽ വെച്ച് മരിച്ച് അടക്കപ്പെട്ടു. പ്രത്യാശയില്ല. ഈ സമയത്താണ് അറിയുന്നത്. ഇവിടെ ഞാൻ ഒരു സംഭവം ഓർക്കുക. അവിടെ മുളന്തുരുത്തി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ എല്ലാവർക്കും 5 കിലോ പഞ്ചസാര വെച്ച് ഫ്രീ ആണ്. വെറുതെ അടിച്ചു വിട്ടതാ. അപ്പോൾ എല്ലാവരും 5 കിലോ കൊള്ളുന്ന ചാക്ക് ചേട്ടൻ 10 കിലോ 2 പേർക്കുള്ളത് മേടിച്ചാലോ? ഇത് 2 പേരും മേടിച്ച് എല്ലാവരും പോയി. ആരോ പറഞ്ഞ് വഞ്ചിച്ചതാ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ റേഷൻ കടക്കാരൻ ശാസിച്ച് ഒച്ചയുണ്ടാക്കി. വല്ല ധർമ്മശാലയാണ്. അവർ ശാസിച്ച് വിട്ട് തിരിച്ചു പോകുമ്പോൾ പരസ്പരം കളിയാക്കുക. ഞാൻ ഇവരെടുത്ത ചാക്ക് കണ്ടോ? 15 കിലോയുടെ ചാക്ക്. അങ്ങനെ പരസ്പരം കളിയാക്കുക. പക്ഷെ ഒരാൾ എന്നോട് വിശ്വസ്തനായിട്ട് ഒരാളാണല്ലോ പറഞ്ഞത്. അതെന്താ അങ്ങനെ വന്നേ? ആ മനുഷ്യൻ ചിന്തിക്കുക. ബാക്കിയുള്ളവരെല്ലാം അതങ്ങനെയാണ്. ഇതുപോലെയാണ് ഒരു മനുഷ്യന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുമ്പോഴാണോ ആരോന്നറിയുന്നത്. യേശു വന്നിട്ട് പോയോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ ആരാണെന്നറിയുന്നത്. മറിയയ്ക്ക് അശേഷം മരിച്ച് തൻ്റെ മുമ്പിൽ വെച്ച് മരിച്ച് കുരിശിൽ നിന്ന് ഇറക്കി ശീലയിൽ പൊതിഞ്ഞ് കല്ലറയിൽ കൊണ്ട് കുഴിച്ചിട്ട് അവളെ കണ്ണിന് കണ്ടതാ. ഇനി നീ എന്ത് പ്രതീക്ഷിക്കുന്നു? എല്ലാവർക്കും മറക്കാൻ പറ്റും, മറിയയ്ക്ക് മറക്കാൻ പറ്റില്ല. കാരണം തൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഒരു കാര്യം ചെയ്യാൻ സാധിക്കാതെ 7 ദുരാത്മാവിനാൽ ബാധിതയായി അവൾ നടന്നിരുന്ന കാലം അവൾക്ക് അറിയാമോ? സഹായിക്കാൻ പലരും ഉണ്ട്, പലതും പറയാൻ പലരും ഉണ്ട്. പക്ഷേ തന്നെ സ്വതന്ത്രമാക്കാൻ, തന്നെ ആശ്വസിപ്പിക്കാൻ ആരും ഉണ്ടായിട്ടില്ല. അത് മറക്കാൻ സാധിക്കുകയില്ല. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരവുമേ അവരുടെ വിശുദ്ധനാമത്തിൽ പാടുക. അവരുടെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. കാരണം അവൻ മരിച്ചെന്ന് ഇപ്പൊ അതൊക്കെ നിന്റെ ജീവിതത്തിൽ വരുന്ന ഒരു ശോധനയാണ്. ഇത്രയും കാലമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരാൾ പറഞ്ഞ പശു ചത്തു, മോരിലെ പുളിയും പോയി, ഇനി എന്തിനു നോക്കിയിരിക്കുന്നു? മരിച്ചു, അടക്കപ്പെട്ടു, 3ാമത്തെ ദിവസമാ, ചെന്നപ്പോ ശവമില്ല. ഇനി എന്ത് പ്രതീക്ഷിക്കാൻ? ഇനി നീ എന്തിനാ കരയുന്നത്? തോട്ടക്കാരൻ ചോദിച്ചു. അവളുടെ ദൃഷ്ടിയിൽ ഇവൻ ആര്? തോട്ടക്കാരൻ. അവള് പറഞ്ഞു, യജമാനെ അവനെ കൊണ്ടുപോയി. എവിടെ വെച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുകൊണ്ട് പൊക്കോളാം. യേശു പറഞ്ഞു, മറിയേ, കറപ്പിച്ചെന്ന് വിളിച്ചു. പണ്ട് ആ ദുരാത്മാവിന്റെ അധീനതയിൽ നിന്ന് തന്നെ സകല ബന്ധനങ്ങളിൽ നിന്ന് വിടുവിച്ച ആ ശബ്ദം. സ്തോത്രം. അവന്റെ നാമത്തെ വെളിപ്പെടുത്തി തന്നവൻ. ഉടനെ അവളുടെ വായിൽ നിന്ന് വന്നു, പ്രഭുനി ഗുരു. യേശു പറഞ്ഞു, എന്നെ തൊടരുത്. ആ സന്തോഷത്തിൽ ഓടി വന്ന് തന്നെ തൊടാൻ പാടില്ല. ഞാൻ ഇതുവരെയും പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല.
ഇതുവരെ ഞാൻ പിതാവിൻ്റെ അടുക്ക് കയറി പോയിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യണം. നീ ചെന്ന് എൻ്റെ സഹോദരന്മാരോട് ഞാൻ പോവുകയാണ്. എങ്ങോട്ട്? എൻ്റെ ദൈവവും അവരുടെ ദൈവവുമായവരുടെ അടുത്തേക്ക്. പിന്നെ എൻ്റെ പിതാവും അവരുടെ പിതാവുമായവരുടെ അടുത്തേക്ക് പോവാം. ആരുടെ പിതാവ്? കർത്താവിന് സ്തോത്രം. മറിയ പോയത് എങ്ങോട്ടാ? മറിയ പോയത് ശിഷ്യന്മാരുടെ അടുത്തേക്കാ. അപ്പൊ ശിഷ്യന്മാരാരാ? ശിഷ്യന്മാരുടെ അപ്പനാരാ? സ്വർഗസ്ഥനായ പിതാവ്. യേശുവിൻ്റെ അപ്പനാരാ? ആ വാക്യം വായിക്കുക, പറയാം. 20 എത്ര റെഫറൻസ് ഒന്ന് പറഞ്ഞേ? 20-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, യോഹന്നാൻ സുവിശേഷം. ഇതെല്ലാം ചാർട്ട് ഇടുന്ന വിഷയങ്ങളാണ് കേട്ടോ. ആരെങ്കിലും ഒരു വചനം കേട്ട് സൂത്രത്തിൽ പറഞ്ഞ ഇടയ്ക്ക് ഓട്ടോറിക്ഷ കയറി പോവല്ല. ഏത് വചനം, ഏതാശയം നിങ്ങളുടെ ഹൃദയത്തിൽ സംശയമുണ്ടെങ്കിൽ അത് തീർത്തിട്ട് മാത്രമേ അത് ഉറപ്പിക്കാവൂ. അവിടെ എഴുതിയിരിക്കുന്ന 20-16 മറിയ കല്ലറയിൽ വെച്ച് യേശുവിനെ കാണുമ്പോൾ യേശു പറയുന്ന വാക്കാണ്. ഓക്കെ. എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറി പോയിട്ടില്ല. എങ്കിലും നീ എവിടെ ചെല്ലണം? എന്റെ സഹോദരന്മാരെ എടുത്ത് ചെല്ലണം. ആരാ സഹോദരന്മാര്? ശിഷ്യന്മാര്. പത്രോസ്, മറ്റുള്ള ശിഷ്യന്മാര്, അന്ത്രയോസ്, ഫിലിപ്പോസ് മുതലായിട്ടുള്ള സഹോദരന്മാരാ. ഈ സഹോദരന്മാരെ അടുത്ത് എന്നിട്ട് എന്ത് പറയണം? ഞാനിവിടെ പോവാ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക്. മാത്രമല്ല, നിങ്ങളുടെയും പിതാവിൻ്റെ അടുത്തേക്ക്. എൻ്റെ അപ്പനും ഈ ഇരിക്കുന്ന ആളുടെ അപ്പനും ഒരാളാണെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം തന്നെ. നമ്മുടെ സഹോദരനും വിളിക്കാൻ ലജ്ജിക്കാത്തവൻ. അതാരാ പോണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗ്നിജ്വാലകത്തുള്ള കണ്ണുള്ളവൻ പറയും, എന്റെ സഹോദരനാ പോകുന്നേ. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ അഗ്നിജ്വാലകത്തുള്ള കണ്ണുള്ളവൻ നോക്കി പറയണം, എന്റെ സഹോദരങ്ങളായിരിക്കുന്നതെന്ന്. അതാണ് എപ്പോഴായി സഹോദരനായ, ഇത് മറക്കരുത്. എബ്രായർ 2:11 പോലെ വായിക്കാം തുറന്ന്. എബ്രായർ 2:11. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവനും എല്ലാം ഒരുവനല്ല പിതാവ്. അപ്പൊ എപ്പോഴാ ഈ രണ്ടുപേരും, നമ്മുടെ യേശുവിൻ്റെയും പിതാവ് ഒന്നായതെപ്പോഴാ? വിശുദ്ധീകരിച്ചപ്പോ. എപ്പോഴാ വിശുദ്ധീകരിച്ചേ? എഫേസ്യ ലേഖനം 5:26 വായിച്ചേ. 26 എപ്പോഴാ വിശുദ്ധീകരിച്ചെന്ന്? അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ കഴുകി വെടിപ്പാക്കി. കർത്താവ് സ്നാനം എന്നെ സ്നാനപ്പെടുത്തിയത് ആലുവയിലുള്ളവരാണ്. ആ ആളത്ര ഗുണമില്ല. ഞാൻ വേറെ ആളെ കൊണ്ടും സ്നാനപ്പെടുത്താൻ പോകാന്ന് ചെയ്യേണ്ട കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇത് മുഴുവൻ നോക്കിയാൽ ആയുഷ്കാലം മുഴുവൻ അതിന് നേരം ഉണ്ടാവും. കാരണം നോക്കുമ്പോൾ എപ്പോഴും നോക്കുന്നത് ക്രിസ്തുവിൽ നോക്കിക്കൊള്ളണം. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് നേരം ഉണ്ടാവുള്ളൂ. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രവർത്തിക്ക് നേരം ഉണ്ടാവുള്ളൂ. അവൻ അവളെ വചനത്തോട് ജലസ്നാനത്താൽ കഴുകി വെടിപ്പാക്കി സ്നാനക്കടവിലേക്ക് ഇറങ്ങി. അതുകൊണ്ടാണ് പറഞ്ഞ ഈ ശുശ്രൂഷ ചെയ്യുന്ന ആര് ചെയ്യണമെന്നറിയാം? മുമ്പ് ഒരു വാക്ക് ഇവിടെ കേട്ടല്ലോ, ദൈവത്തിന്റെ ആത്മാവിനാൽ ശുശ്രൂഷ പ്രാപിച്ച വേണം ഇത് ചെയ്യാനായിട്ട്. കാരണം ക്രിസ്തുവിന് പകരം സ്ഥാനാവധിയായിരിക്കണം. കാരണം ക്രിസ്തു ഇവിടെ ഇല്ലാത്തതിന്റെ പേരിൽ അവൻ ചെയ്യുമെന്ന് പറഞ്ഞു വേണം യേശു ഇതിനെ കൂടെ ചെയ്യിക്കാൻ. കേട്ടല്ലോ? അത് ആ ശുശ്രൂഷയുടെ മഹിമ അതാണ്. അത് അത്രമാത്രം സൂക്ഷിക്കേണ്ട ശുശ്രൂഷയാണ്. കാരണം ഇത് ചെയ്യുന്നത് ആരാ? അവൻ അവളെ വചനത്തോട് ജലസ്നാനത്താൽ കഴുകി വെടിപ്പാക്കി. അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു, അവളെ എന്ന് പറഞ്ഞാൽ സഭയെ കഴുകി വെടിപ്പാക്കി, കഴുകി കളഞ്ഞു. അപ്പോസ്തലൻ പൗലോസിനോട് പറഞ്ഞത്, ഇനി താമസിക്കുന്നത് എന്തിനാ? അവന്റെ നാമം വിളിച്ചപേക്ഷിച്ച് നിന്റെ പാപത്തെ കഴുകിക്കളയാം. നാമം വിളിച്ചപേക്ഷിച്ച് പാപത്തെ കഴുകിക്കളക.
കഴുകിക്കളഞ്ഞ പാപം കഴുകിക്കളഞ്ഞ അവൻ സ്നാനക്കടവിൽ നിന്ന് കയറി വരുമ്പോൾ ഇറങ്ങിയവൻ പാപി, കയറിയവൻ എന്ന് പറഞ്ഞ ആരാ? എന്ന് പറഞ്ഞു. അതൊരു ബന്ധന വഴി പറഞ്ഞോ. ഇപ്പൊ പറഞ്ഞു തന്നെ പറ. അവൻ ആരാ? ഇറങ്ങിയവൻ പാപി, കയറിയവൻ സഹോദരൻ. ആരുടെ സഹോദരൻ? ഓ ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം. ഇറങ്ങിയവൻ പാപി, കയറിയവൻ സഹോദരൻ. ആരുടെ സഹോദരൻ? യേശുവിന്റെ സഹോദരൻ. അന്ന് മുതൽ തുടങ്ങിയതാണ്. എവിടെ വെച്ചെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അയ്യോ, ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ച് ഒരാൾ ചോദിച്ച് നടന്നു പോവുക. അപ്പൊ ജോയി എന്ന് പറയുന്ന ഒരുവൻ മനസ്സിലാക്കാൻ വേണ്ടി പറയണം, വറീസ് എന്ന് പറഞ്ഞ ഒരാളോട്, വറീസ് ചേട്ടാ എന്നാ വിശേഷമാണ്? വേറെ ഒരു കാര്യം പറഞ്ഞില്ല, എല്ലാവരും സാക്ഷിയാ. നീ എന്നെ വിളിച്ചേ? നിന്റെ ചേട്ടനാ ഞാൻ. ജോയി എൻ്റെ അടുത്ത് വേണ്ട. എന്താ പറഞ്ഞ? വേറൊന്നല്ല, ഒരു കേസിന് സെൻട്രലിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. ഒരു 2 ദിവസമായിട്ടുള്ള ഇറങ്ങിയത് ഇദ്ദേഹം, ഈ ജോയി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവന്റെ സഹോദരൻ എന്ന് വിളിക്കാൻ, ചേട്ടൻ എന്ന് വിളിക്കാൻ അവൻ എന്ത് ചെയ്യുന്നു? ലജ്ജിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് അവനൊന്ന് അപമാനം വരുത്തരുതെന്ന്. ആർക്ക്? വളവും തിരിവും കാണിച്ച് നമ്മളെ സഹോദരൻ എന്ന് വിളിക്കാൻ ലജ്ജിക്കാത്തവന് അപമാനം വരുത്തരുതെന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ട് അവൻ അവരെ സഹോദരന്മാരെന്ന് വിളിക്കാൻ ലജ്ജിക്കാതെ അപ്പോൾ ഇത് തീർന്നിട്ടില്ല. അപ്പോൾ സ്നാനത്തിൽ കഴുകി കയറിയപ്പോ അവന്റെ പാപം കഴുകിക്കളഞ്ഞ അവൻ സഹോദരനായിട്ടോ. ഇനി അടുത്തത് നാമം ഈ പാപം കഴുകിക്കളഞ്ഞ എന്തുകൊണ്ടാ? ഒരാള് ഒരു കൊച്ച് കഴിഞ്ഞ ദിവസം അവിടെ നോക്കുക, പോയി കുടിച്ചോടാ അമ്മ അവസാനം വടിയിടുന്നത്, അവൻ പോവില്ല. അവസാനം അവൻ നിർബന്ധിച്ച് വടി തല്ലുകൊള്ളുന്നായപ്പോൾ ഓടിച്ചെന്ന് മുങ്ങിയിട്ട് ഇങ്ങോട്ട്, നീ കുളിച്ചോടാ. പിന്നെ കുളിച്ചു നോക്കിയപ്പോൾ ഇത് തന്നെടാ ഈ ശരീരത്തൊക്കെ എങ്ങനെ ഇരിക്കണേ, നീ സോപ്പിട്ടില്ല, പോയി സോപ്പിട്ടോ. അവൻ പിന്നെ പറഞ്ഞു വന്നതിന് സാധനം ഇറങ്ങിയാൽ പോരാ. എവിടെയാ? കടവിലേക്ക് ഇറങ്ങി വെള്ളത്തിൽ മുങ്ങിയാൽ പോരാ. അഴുക്ക് പോകണമെങ്കിൽ എന്ത് വേണം? അഴുക്ക് പോകണമെങ്കിൽ സോപ്പ് വേണം. ഈ സോപ്പ് എന്ന് പറയുന്നത് മാലാഖി പ്രവചനത്തില് നമ്മൾ വായിക്കുന്നുണ്ട്. ഇപ്പം അതിലേക്ക് തിരിയുന്നില്ല. എന്തായിരുന്നാലും എത്ര സ്നാനപ്പെട്ടാലും 100 പ്രാവശ്യം കുളിച്ചാലും അഴുക്ക് പോകണമെങ്കിൽ കർത്താവിന്റെ നാമം പറയണം. വേണോ? എത്ര പ്രാവശ്യം കഴിക്കണം? എനിക്ക് സംഭവിച്ചതാ. ഞാനും അതും കുളിച്ചതാ, ഒരുപാട് കുളിച്ചതാ. പക്ഷേ കഴുകിക്കളയുന്ന, അഴുക്ക് പോകുന്ന ഒരേ ഒരു സ്നാനം, അതാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നാനം. അതുകൊണ്ട് സോപ്പ് കഴുകി പോകണമെങ്കിൽ എന്ത് വേണമെന്നറിയാമോ? ഈ നാമം വെളിപ്പെടണം. വെളിപ്പെടാതെ പറഞ്ഞിട്ട് കാര്യമില്ല. പലരും പറഞ്ഞിട്ടുണ്ടോ, എനിക്ക് നാമത്തിന് വേണ്ടി അങ്ങ് മരിക്കണമെന്ന്. മരിച്ചാൽ മതിയെന്ന്. കാരണം നാക്കെടുത്താൽ സ്തോത്രം പറയണമെന്നുള്ള. ഇങ്ങനെ പോയാൽ അത് വെൽഡ് ചെയ്തിട്ടിരുന്ന ഒരു കമ്പിയുടെ കഷ്ണം താഴ്ത്തി, ഇത് നിറം മാറിക്കിടും. എപ്പോഴും പഴുത്തിരിക്കില്ലല്ലോ, താഴ്ന്നു നിന്ന് കളർ മാറിക്കിടും. റബ്ബറിൻ്റെ എരിപ്പേട്ടങ്ങനെ ചവിട്ടി ഇപ്പം നേരെ കയറി. എൻ്റെ പൊന്നെ, ആസ്വാദനം ഒന്ന് കേൾക്കേണ്ടതാ. ആസ്വാദനം ഒന്ന് കേൾക്കുന്നത് തന്നെ. കർത്താൻ അപമാനം വരുത്തരുത്. നാമം വെളിപ്പെട്ടവനിൽ വചനം പറയുന്നത് നാമത്തിന്റെ ആത്മാവുണ്ടാകും. അങ്ങനെ ഒരു ആത്മാവുണ്ടോ? അറിയാത്തതുകൊണ്ടാ ഈ പ്രശ്നം. 1 പത്രോസിൽ 4-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ക്രിസ്തുവിന്റെ നാമം ഹേതുവായി കഷ്ടം അനുഭവിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്ത് നിമിത്തം? ക്രിസ്തുവിന്റെ നാമം നിമിത്തം കഷ്ടം അനുഭവിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്താണെന്നറിയാമോ? മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്നുണ്ട്. അഭിഷേകം പ്രാപിച്ച പരിശുദ്ധാത്മാവല്ല, അതിനേക്കാൾ അപ്പുറം ഒരു ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ട്. അത് കർത്താവിന്റെ നാമം നിങ്ങൾക്ക് വെളിപ്പെട്ട് അതിനെ ധരിച്ചപ്പോൾ കിട്ടിയതാ. ഇനി കാലിൽ കൂടി
പഴുത്ത കമ്പിയല്ല, ശിരസ് ഛേദിക്കപ്പെട്ടു പോയാലും മൂല്യത്തിൽ സ്തോത്രമല്ലാതെ അവൻ്റെ വായിൽ വരില്ല, വരാൻ സാധ്യമല്ല. കർത്താവിന് സ്തോത്രം. അപ്പോൾ വചനം പറയുന്നത് വെളിപ്പെടണം. ജ്ഞാനത്തിൽ പാപത്തെ കഴിക്കണമെങ്കിൽ നാമം പറയണം, നാമം പറയണമെങ്കിൽ അത് വെളിപ്പെടണം. വെളിപ്പെടുത്തുന്ന ആര് വെളിപ്പെടുത്തി തരും? ഇതാരാ വെളിപ്പെടുത്തുന്നത്? യോഹന്നാന്റെ സുവിശേഷം 17:26 വായിക്കാം. 17:26. അതായത് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെയാ? പിതാവ്. ഒറ്റ വാക്യത്തിൽ പറഞ്ഞു തീർക്കാം. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു. ഏക സത്യ ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഏക മനുഷ്യൻ എന്ന് പറയുന്നത് ആരാ? യേശു എന്ന മനുഷ്യനാണ്. പക്ഷേ യേശുവിനൊരാഗ്രഹം, പിതാവ് എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അതുപോലെ തന്നെ എൻ്റെ സഹോദരനിലും അവനെ സ്നേഹിക്കണം. 2 കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നിരിക്കുക, 2 കുട്ടികൾ. അപ്പോൾ അമ്മ 2 പേർക്കും കൂട്ടുകാരാ. തൻ്റെ മോൻ്റെ കൂട്ടുകാരനും ഒരുപോലെ ഭക്ഷണം വിളമ്പിയപ്പോൾ അതിനകത്ത് അല്പം പലഹാരം കൂടുതൽ തൻ്റെ മോന് വിളമ്പി. അതവന് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവൻ്റെ വലിയ വലിയ കൂട്ടുകാരാ. അമ്മ എന്താ ചെയ്ത് അതുപോലെ തന്നെ അവനും വിളമ്പി. അമ്മ വേഗം കൊണ്ടൊന്ന് തെറ്റ് മനസ്സിലാക്കി പറഞ്ഞ് അവിടെ കൊണ്ടുപോയി 2 പേർക്ക് ഒരുപോലെ വിളമ്പി. ഞാൻ പറഞ്ഞെന്തിനാണെന്നറിയാം? പിതാവ് യേശുവിനെ സ്നേഹിച്ച ആ സ്നേഹത്തിൻ്റെ അളവ് എത്ര മാത്രമാണോ അത്രമാത്രം അവൻ ആരെയും സ്നേഹിക്കണം. തൻ്റെ സഹോദരങ്ങളെ സ്നേഹിപ്പാൻ യേശു ഇച്ഛിച്ചെന്ന് പറയുമ്പോൾ അവൻ ആരാണവൻ? ധൈര്യമായിട്ട് പറയാം, എൻ്റെ സഹോദരൻ. ആരെയാ ഞാൻ കാത്തിരിക്കുന്നത്? എൻ്റെ മൂത്ത ജ്യേഷ്ഠനെയാണ്. അവനെനിക്ക് ആരാന്നറിയാമോ? അവനെനിക്ക് ദൈവമാണ്, അവനെനിക്ക് ഗുരുവാണ്, അവനെനിക്ക് സഹോദരനാണ്, അവനെനിക്ക് സ്നേഹിതനാണ്, അവനെനിക്ക് കൂട്ടുകാരനാണ്. കർത്താവിന് സ്തോത്രം. ഈ കാര്യങ്ങളിൽ കൂടിയെല്ലാം എൻ്റെ കർത്താവ് ആ സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് എന്നെ നടത്തുന്നവനാണ്. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം ഇവരിലാകണം. കർത്താവേ, പിതാവേ, നീ എന്നെ എന്ത് സ്നേഹിക്കുന്നു അതേ സ്നേഹം നിന്നെ ആർക്കും ആവണം? എൻ്റെ സഹോദരന്മാർക്കും കൊടുക്കണം. ഞാൻ അവരിലാകണം. ഇതൊരു മർമ്മമാണ്. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എവിടെ വസിക്കണം? ഒന്ന് പറഞ്ഞു. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു സഭയ്ക്കുള്ളിൽ, ദൈവമക്കൾക്കുള്ളിൽ വസിക്കണം. ഒരു മനുഷ്യന്റെ ഉള്ളിൽ ക്രിസ്തു വസിക്കണമെങ്കിൽ, ഒരു ആളുടെ ഉള്ളിൽ ക്രിസ്തു പ്രവേശിക്കണമെങ്കിൽ അതിൻ്റെ വ്യവസ്ഥയാണ് ഇവിടെ പറഞ്ഞത്. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം ഇവരിലാകാനും ഞാൻ ഇവരിലാകാനും ഞാൻ നിന്റെ നാമത്തെ അവർക്ക് വെളിപ്പെടുത്തി. നാമം വെളിപ്പെട്ടവന്റെ ഉള്ളിലല്ലാതെ ആരില്ല. പരിശുദ്ധാത്മാവുണ്ട്, സമ്മതിച്ചു. വളരെ കാര്യങ്ങളെല്ലാം ഉണ്ട്, സമ്മതിച്ചു. പക്ഷേ നാമം വെളിപ്പെട്ടിട്ട് മാത്രമേ ആരും ഉള്ളിൽ വരുള്ളൂ. ക്രിസ്തു എന്ന ദൈവപുത്രൻ ഉള്ളിൽ വരുള്ളൂ. കാരണം ആ സമയം മുതലാണ് അവൻ സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നത്. ആ സമയം മുതലാണ് നമ്മെ സഹോദരൻ എന്ന് വിളിക്കാൻ ലജ്ജിക്കാത്തവൻ. ഇതെൻ്റെ സഹോദരൻ. ഈ ഓർമ്മ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ വായിനെ സൂക്ഷിക്കും, പ്രവൃത്തികളെ സൂക്ഷിക്കും, ചിന്താഗതികളെ സൂക്ഷിക്കും. കാരണം ആരാന്നറിയാമോ? അവൻ ആരാന്നറിയാമോ? എന്നെ ഇത്രയും വലിയവൻ. അവൻ ഇരിക്കുന്ന എവിടെയാണെന്നറിയാമോ? ഇന്നവൻ്റെ അവസ്ഥ എന്താണെന്നറിയാമോ? അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണ്, വെള്ളോട്ട് സദൃശ്യമായ കാല്, മുഖം സൂര്യനെ പോലെ, കണ്ണ് അഗ്നിജ്വാല, വായിൽ നിന്ന് ഇരുവായത്തിന് വാൾ പുറപ്പെടുന്നു. അഭയങ്കര രൂപം, അഭയങ്കരനായവൻ, ദൈവം ഏകനെന്ന് വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്ന ആ സന്നിധി അവനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാ
ഇന്ത്യ അജിസനെ ബന്ധപ്പെട്ട സഭയെ, ഇതിൽ എൻ്റെ സഹോദരങ്ങൾ ഒരു കൂട്ടമുണ്ട്. ഇതിൽ എൻ്റെ സഹോദരങ്ങൾ ഒരു കൂട്ടമുണ്ട്. അവർക്ക് ഞാൻ നിന്റെ നാമത്തെ വെളിപ്പെടുത്തിയതാണ്. അത് ദൈവത്തിന് അവരോടുള്ള സ്നേഹം അവരിലും ഞാൻ അവരിലുമാകുവാൻ അത് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അവൻ അവരെ സഹോദരന്മാർ വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. നമ്മളിപ്പോൾ പറഞ്ഞല്ലേ, 6 കാര്യങ്ങളുണ്ട്. ദൈവം നമുക്ക് പിതാവാണ്, മാതാവാണ്, ഗുരുവാണ്, സ്നേഹിതനാണ്, സഹോദരനാണ്, മറ്റൊന്നുകൂടിയുണ്ട്. ഈ കാര്യങ്ങൾ ഇത്രയും നമുക്ക് നമ്മുടെ കർത്താവാണ്. നമുക്ക് സംശയമില്ല. അപ്പം ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഉണ്ട് അവൻ മനുഷ്യനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അതെൻ്റെ സഹോദരനാണ്. അപ്പം അവിടെ അവൻ പത്മോസ് ദ്വീപിൽ അഗ്നിജ്വാലയ്ക്കത്തുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അവൻ ദൈവപുത്രനാ, എനിക്ക് വെളിപ്പെടുന്നത് അങ്ങനെയാണ്. അപ്പം അവൻ ദൈവം എന്ന് പറഞ്ഞിട്ടുള്ള, അതെ എൻ്റെ ദൈവമാണ്. സംശയമില്ലാത്തൊരു കൂട്ടം ഏകസത്യ ദൈവ ഉപദേശക്കാര്, ക്രിസ്തുവേശ്വര നാമത്തിലെ ഏകസത്യ ഉപദേശക്കാര്. അവർ പറയുമ്പോൾ, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അവർ ഓടി ഒളിക്കില്ല. കാരണം ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു. ഒടുവിൽ ഒരു ദിവസമുണ്ട്. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ആ വാക്യം ഒന്ന് വായിച്ച് നിർത്താം, സമയം പോകുന്നു. വേഗമായിരുന്നു. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിലെ 1-ാം വാക്യം. നമ്മെ അറിയുന്നില്ല. അവൻ വരുമ്പോ നമ്മൾ എന്തായി തീരുമെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഒരു നിശ്ചയമില്ല, അറിയില്ല. എന്തായി തീരുമെന്ന് നമുക്ക് നിശ്ചയമില്ല. പക്ഷെ അവിടെ വചനം പറയുന്ന അടുത്ത വാക്ക് കേൾക്കണം. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാ കൊണ്ട് കർത്താൻ സാധിക്കും. എങ്ങനെ കാണും? ഒന്ന് പറഞ്ഞേ. താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണും. ഇരിക്കുന്നത് പോലെ തന്നെ. കോട്ടയത്ത് സ്റ്റേഷനിൽ ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇന്ന് വഞ്ചനാടിനൊരാൾ വരും, അതിൽ കയ്യിലൊരു ബാഗ് ഉണ്ടാവും, ഒരു കണ്ട വെച്ചിട്ടുണ്ട്, വെളുത്ത ഷർട്ടായിരിക്കും, ഇച്ചിരി നരച്ചു തുടങ്ങിയ ആളാ. അടയാളൊക്കെ പറഞ്ഞോട്ട് പോയി. സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങിയപ്പോൾ കൂട്ടുകാരൻ പിടിച്ച് ബാഗും പിടിച്ച് ഇയാൾ കണ്ണടയും പിടിച്ച് പോകില്ലോട്ട്. ഈ നോക്കിയൊന്നു എൻ്റെ മുമ്പിൽ കൂടെ അങ്ങ് പോയി. ആള് കണ്ടോ കണ്ടില്ല. എന്തുകൊണ്ട് കണ്ടില്ല? തൻ്റെ ഹൃദയത്തിലുള്ള അടയാളമല്ല അത്. വന്നയാളും തൻ്റെ ഹൃദയത്തിലുള്ള ആളും തമ്മിൽ വ്യത്യാസമുണ്ട്. സഹോദരങ്ങളെ, ഇന്ന് സഭകളും കർത്താവിന്റെ ദാസന്മാരും ശുശ്രൂഷക്കാരും എല്ലാം നിറഞ്ഞു നിൽക്കുമല്ലേ? അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ക്രിസ്തുയേശുവിനെ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ. അപ്പോസ്തലനായ പൗലോസ് എന്ത് ചെയ്തിരിക്കെ? വരച്ച്. എവിടെ വരച്ച്? കടലാസിൽ മഷി കൊണ്ടല്ല. 2 കൊരിന്ത്യർ 3-ാം അധ്യായം എടുക്കണ്ട. കടലാസിൽ മഷി കൊണ്ടല്ല, പിന്നെയോ ഹൃദയം എന്ന മാംസപലകയിൽ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് വരച്ചതാണ്. ഒന്ന് ശ്രദ്ധിച്ച്, എത്ര ഹൃദയത്തിൽ ഇത് തെറ്റുകൂടാന്ന് വരച്ചിട്ടുണ്ട്. ആ വരുന്നയാള് നോക്കി വെക്കുന്ന ആള് വരുന്ന ആൾക്ക് തന്നെ കണ്ണടയുണ്ടോ? ഇല്ല, കണ്ട പോക്കറ്റില്ല. വരുന്നയാളും ഹൃദയത്തിലുള്ള ആളുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഒരു കൂട്ടമുണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. ഒരു കൂട്ടമുണ്ട് അങ്ങനെ തന്നെ വരയ്ക്കപ്പെട്ടവർ. മൈക്കലാഞ്ചലോ വരച്ചതല്ല, പോർട്ടുഗീസിലെ ഇയാൾ വരച്ചതല്ല, ആ വരെയല്ല. പിന്നെയോ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ഹൃദയം എന്ന മാംസപലകയിൽ ക്രിസ്തു ആരെന്ന് വരച്ച ഒരു കൂട്ടമുണ്ട്. അവർക്ക് തെറ്റില്ല. എന്ന് വരെയല്ലേ, എവിടെയും വരെയല്ലേ. ക്രിസ്തു അങ്ങനെയാ ഇങ്ങനെയാ മുഴുവൻ വരെയാ. എല്ലാം വെളിപ്പെടുന്ന ദിവസം വരുവാ. എല്ലാ കൂട്ടുകെട്ടും വെളിപ്പെടുന്ന ദിവസം വരുവാ. ഈ വരച്ചത് മുഴുവനും
ഒന്നുകിൽ ദൈവം ഉടയവൻ വരുന്നതിന് മുമ്പേ മായ്ക്കും, വൃത്തിയായിട്ട് വരയ്ക്കേണ്ട രീതിയിൽ വരയ്ക്കും. അന്ന് ഓരോരുത്തരും ഉടയവനിൽ നിന്ന് പ്രശംസയുണ്ടാകും. ഇല്ല എങ്കിൽ നാളെ അബദ്ധത്തിലേക്കാണ് പോകുന്നതെന്ന് ഓർത്തു കൊള്ളുക. നമുക്ക് ചിന്തിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. എൻ്റെ ഹൃദയത്തിൽ ഹൃദയം എന്ന മാംസപ്പലകയിൽ ക്രിസ്തുവിനെ എങ്ങനെ വരച്ചിരിക്കുന്നു? കർത്താവേ, ഇതിൽ തെറ്റുണ്ടോ? ഞാൻ ഹൃദയത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നതിൽ പ്രാപിച്ചിരിക്കുന്നതിൽ തെറ്റുണ്ടോ? ഞാൻ വരുമ്പോ അവന്റെ വരവെങ്കിൽ ഒരു വാക്യമുണ്ട്, അതെന്നറിയാമോ? അവന്റെ വരവെങ്കിൽ ഇടറിപ്പോകാതിരിക്കാൻ. ഇടറുന്നപ്പോഴാ അവന്റെ വരവെങ്കിൽ. ഇതിനു മുമ്പ് വരെ ഇടറിയതാ എന്നാ. യേശുവിന്റെ സ്വന്തം ഗ്രാമത്തിൽ പോയി അവൻ വലിയ ശുശ്രൂഷയെല്ലാം ചെയ്യുമ്പോൾ, ശുശ്രൂഷയൊക്കെ തകർപ്പൻ ശുശ്രൂഷയാണ്. അപ്പൊ അവിടെ ഉള്ളവർ പറഞ്ഞതാ, ഇവൻ തച്ചന്റെ മോനല്ലേ, ആശാരിയുടെ മോനല്ലേ, ഇവന്റെ അമ്മയല്ലേ മറിയ, ഇവന്റെ സഹോദരനല്ലേ, സഹോദരന്മാരില്ലേ യാക്കോബ്, യൂദ എന്നൊക്കെ ഉള്ളവര്. അതാണ് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞ അവർ എങ്കൽ ഇടറിപ്പോയി. അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല ഈ ആളാരാന്ന്. വചനം പറഞ്ഞ ഇതുപോലെ തന്നെ ഇടറുന്ന ഒരു ദിവസം വരികയാണ്. ഈ വരച്ചിരിക്കുന്ന വര, വന്നവനും പോകുന്നവനും എല്ലാം വരച്ചിരിക്കുന്ന വര. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിൽ പറയുന്ന പോലെ ഒരു കാളക്കിടാവിനോടും 7 ആട്ടുകൊറ്റനോടും കൂടെ കരപൂരണത്തിന് വന്ന ഏവനും ദൈവമല്ലാത്തവയ്ക്ക് പുരോഹിതനായി തീർന്നു. പുരോഹിതന്മാരെ കളിയേ, എവിടെ ഇല്ലാത്ത ശുശ്രൂഷയും ഇതേ ഉള്ളൂ. പ്രസംഗമൊക്കെ തകർക്കണ്ട്, ഭയങ്കര പരിപാടികളാ. ഒന്ന് വരച്ചേ സൗര, ഒന്ന് വരച്ചേ. വേണ്ട, ഈ പുസ്തകം ലൈസൻസ് കൊടുക്കുന്നതിന് മുമ്പ് ഈ പുസ്തകത്തെ ഒരു അധ്യായം തെറ്റുകൂടാതെ ഒന്ന് വായിച്ചു. കൂടുതൽ വേണ്ടെന്ന്, അത് തെറ്റുകൂടാതെ ഒന്ന് വായിച്ചു. വര നമ്മൾ വിചാരിക്കുന്നതല്ല, വര ദൈവം വിചാരിക്കണം. വരയ്ക്കണമെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ പോലെ അത് ക്രൂശിക്കപ്പെട്ടവനായി വരയ്ക്കേണ്ടതുപോലെ വരച്ചു തീർത്താൽ. വചനം പറയുന്നത് ഇങ്ങനെ വരച്ചവരുടെ കാര്യമാണ് പറയുന്നത്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ തൻ്റെ ഹൃദയത്തിൽ എന്തുണ്ടോ ഒരു കടലാസിന് നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ എയർപോർട്ടിലേക്ക് പോയപ്പോൾ കണ്ടിട്ടുണ്ടല്ലോ, ഒരു കടലാസിൽ നോക്കിക്കൊണ്ടിരിക്കുക ഒരാൾ. കുറേ പേരുണ്ട് ഈ പ്ലെയിനിൽ വന്ന് ഇറങ്ങുന്ന ഒരു ബിസിനസ് എക്സിക്യൂട്ടീവ്സൊക്കെ വരുന്നതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ഈ കടലാസിലെ അടയാളവും ഈ ആളുമായിട്ട് ഇങ്ങനെ 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 നോക്കിക്കൊണ്ടിരിക്കുക. ഇതുപോലെ ഉടയവന്റെ പ്രത്യക്ഷതയെങ്കിൽ ദൈവമേ, സങ്കീർത്തനം വായിച്ചിട്ടുണ്ടല്ലോ, 48 സങ്കീർത്തനം വായിച്ചിട്ടുണ്ടല്ലോ. നാം കേട്ടതുപോലെ തന്നെ, വാക്യം പറഞ്ഞു, നാം കേട്ടതുപോലെ തന്നെ യഹോവയുടെ മന്ദിരത്തിൽ കണ്ടിരിക്കുന്നു എന്ന് പറയും. ഞാൻ കേട്ടതുപോലെ തന്നെ, ഞാൻ എന്ത് കേട്ടുവോ, എന്നെ പഠിപ്പിച്ചവൻ എന്ത് പഠിപ്പിച്ചോ, എനിക്ക് എന്ത് വരച്ചു തന്നിരിക്കുന്നുവോ അതുപോലെ തന്നെ നീ കാണുന്ന ഒരു ദിവസം വരും. അതുപോലെ തന്നെ കാണുന്ന ദിവസം വരും. അന്ന് വരച്ചവനെ വിളിക്കും, അന്ന് ഇത് കേൾപ്പിച്ചവനെ വിളിക്കും. ഓരോരുത്തരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഓരോരുത്തരും. കർത്താവിന്റെ സ്തോത്രം. ഈ ചോദ്യത്തോടു കൂടി ഞാൻ വീണ്ടും കർത്താവിനെ സരിച്ച് ശുശ്രൂഷ ഇവിടെ നിർത്തുക. ക്രിസ്തു ആര്? കാള തന്റെ ഉടയവനെ അറിയും, കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടി അറിയുന്നു. എന്റെ ജനമോ അതുപോരാ. ഇതാ വരാറായി. വരയ്ക്കേണ്ടതുപോലെ ഒന്ന് വരച്ചു കിട്ടണം. കാഹളം ധ്വനിക്കുന്നേ, അടയാളങ്ങൾ കാണുന്നേ, യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഏറുന്നേ. കാഹളം ധ്വനിക്കുന്നേ, അടയാളങ്ങൾ കാണുന്നേ, യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഏറുന്നേ. പർവ്വതങ്ങളിളകി ആഴിയാതിൽ വീണാലും കാലങ്ങളെ പർവ്വതങ്ങളിളകി
ഉറങ്ങല്ലേ നീ മനമേ നിന്റെ അത്യന്താണല്ലോ വേനലും വന്നാണെങ്കിൽ അധർമ്മത്താൽ ദൈവസ്നേഹം മായുന്നേ. അത്തിയുണ്ടാളത്തല്ലോ വേനലും വന്നാണെങ്കിൽ അധർമ്മത്താൽ ദൈവസ്നേഹം മായുന്നേ. ആഴുവങ്ങളിളകി ആഴിയാതിൽ വീണാലും